വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഒരു പെർഫെക്റ്റ് യൂട്യൂബർ ആകാമെന്നാണ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് യൂട്യൂബ് ചാനൽ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ടോപ്പ് റൈറ്റിലുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആഡ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഫോർ മൈസെൽഫ് ടു മാനേജ് മൈ ബിസിനസ് എന്നുള്ള 2 ഓപ്ഷൻ കാണും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടെ നെയിം കൊടുക്കാൻ എൻ്റർ യുവർ നെയിം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് നെയിം ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അക്കൗണ്ട്, ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്, ഗൂഗിൾ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് നെയിമാണ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ബർത്ത്ഡേ ആണ്, അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ജെൻഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ വരും. നിങ്ങൾ മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് നിങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് ഏത് ജിമെയിൽ അഡ്രസ്സാണ് വേണ്ടതെന്നാണ്. അപ്പോൾ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ, ഏറ്റവും അവസാനമുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ ജിമെയിൽ ID ഉണ്ടാക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് തന്നെ 2 ID അവർ തന്നിട്ടുണ്ട്, അതിൽ ഒന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും. അപ്പം ഞാനിവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. പാസ്വേഡ് എപ്പോഴും സീക്രട്ട് അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതിൽ യെസ് ഐ ആം ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. യൂട്യൂബ് ഫസ്റ്റ് എന്ന് പറഞ്ഞ എൻ്റെ ID-യും എൻ്റെ നെയിമും അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഇതിൽ കുറച്ച് ഓപ്ഷൻസൊക്കെ വരും. അതിൽ ഐ അഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. പക്ഷേ ചാനൽ ക്രിയേറ്റ് ആയിട്ടില്ല. ഇപ്പം നിങ്ങളുടെ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് നേരത്തെ ഉള്ള അക്കൗണ്ട് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇനി മുതൽ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി യുവർ ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഇനിയാണ് നിങ്ങളുടെ യൂട്യൂബ് നെയിം അതിൽ ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ടിൽ കൊടുത്ത യൂട്യൂബ് നെയിമിൻ്റെ മതി എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചാനലിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു യൂട്യൂബറിൻ്റെ കയ്യിലും ഇല്ലാത്ത നല്ലൊരു പേരാണ് നിങ്ങൾ നെയിമായി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മറ്റൊരു യൂട്യൂബറിൻ്റെ കയ്യിലുള്ള നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്തിന് അത് ബാധിക്കും. ഞാനിവിടെ ഒരു പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പേരൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചാനലിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ക്രിയേറ്റഡ് എന്നവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. എഡിറ്റ് ചാനൽ, മാനേജ് വീഡിയോസ്, ക്രിയേറ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദമായി ഒന്ന് പരിചയം. അപ്പോൾ എഡിറ്റ് ചാനലിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെയിമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇനി ചാനലിൻ്റെ നെയിമിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നെയിമിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും എഴുതാൻ. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനിയൊന്നും ചെയ്യാനില്ല. അവിടെ ഇനി കീപ്പ് ഓൾ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ്, കീപ്പ് ഓൾ പ്ലേലിസ്റ്റ് പ്രൈവറ്റ് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ആണ്. അതൊക്കെ ആലോ തന്നെ വെക്കുക. ഇനി നമുക്ക് ബാക്ക് അടിച്ചതിന് ശേഷം അടുത്ത് മാനേജ് വീഡിയോസ് എന്നും കാണിക്കുന്നുണ്ട്, ക്രിയേറ്റ് എന്നും കാണിക്കുന്നുണ്ട്. മാനേജ് വീഡിയോസ്, നമ്മൾ വീഡിയോസ് ഇതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതാണ്. മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ കാണിക്കുക. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത വീഡിയോ, ക്രിയേറ്റ് ഷോർട്ട്, ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ആയിരിക്കും കാണുക. അപ്പോൾ അതിൽ അപ്ലോഡ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ സെലക്ട് ചെയ്ത് അത് നെക്സ്റ്റ് എന്ന് നൽകിയതിനു ശേഷം ഇതന്നെയല്ലേ നമ്മുടെ വീഡിയോ എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് അവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ടൈറ്റിൽ കൊടുക്കാം. ഞാനിവിടെ എക്സാമ്പിളിനൊരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്.
ഇനി അവിടെ നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വരികയില്ല. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയ ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനും തംബ്നെയിലും കസ്റ്റമായി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരികയില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. അൺലിസ്റ്റഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പറേറ്റ് ക്ലെയിമോ കോപ്പറേറ്റ് സ്ട്രൈക്കോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മെസ്സേജ് വരും. ഇപ്പോൾ ഇത് പബ്ലിക് ആയവർക്ക് കാണാൻ സാധിക്കില്ല. പബ്ലിക് ആവാത്തത് കൊണ്ട് തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ കിട്ടിയ ഭാഗം നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് ഒഴിവാക്കാവുന്നതുമാണ്. അതിനുശേഷം അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രോത്ത് കിട്ടാൻ ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബിനടുത്തുള്ള ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെ സബ്സ്ക്രൈബ് മാത്രം ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ പോകുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.